അതിൻ്റെ ഒരു ഡബിളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ ഇന്നലെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ഗിയർ ഒന്ന് മാറിയിട്ടേ ഉള്ളൂ. ഇന്ന് നമുക്ക് എന്ത് ചെയ്യണം, ടക്കെഴുന്ന് ഗിയർ വലിയ വടപ്പില് പിടിച്ച് വലിച്ചിട്ട് നമുക്ക് ഫിഫ്ത്തിലേക്ക് വിടണം. ഓക്കെ, അപ്പൊ അതിന് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ആരെങ്കിലും ഫോൺ സൈലന്റ് ആക്കി വെച്ചവര് ഒരു കാരണവശാലും ഫോൺ മലത്തി വെക്കരുത്, കമിഴ്ത്തി വെക്കാം. ഒരു ഫോണും നോക്കാൻ പാടില്ല. കാരണം ഇത് ലോക ഇടിഞ്ഞു വീണുണ്ടാകും. പോണം പോട്ടെ, നിങ്ങളുടെ പ്രശ്നം എന്നറിയാം, നിങ്ങളില്ലേ ഒന്നും നടക്കില്ല എന്നൊരു തോന്നൽ, ഒന്നും സംഭവിക്കാൻ പോകുന്നത്, ഒന്നും സംഭവിക്കട്ടെ. ഓക്കെ, ആ ഫോൺ ഒന്ന് കമ്മ്യൂണിറ്റ് വെച്ച് എല്ലാ ഫോണും സൈലന്റ് ആയിട്ട് കമ്മ്യൂണിറ്റ് വെച്ചോ. കാരണം ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെല്ലാവരും ബ്രെയിനിന്റെ എവിടേക്ക് പോകും, S2. ആ S2ലേക്ക് പോകുമ്പോൾ ഒരു ഫോൺ കൂടെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് S1ലേക്ക് പോകും. അപ്പൊ ഇത് ഒരു ദിവസം കൊണ്ട് പഠിച്ചിട്ട് പ്രാവർത്തികമാക്കാൻ പറ്റിയ കാര്യമല്ല പറയാൻ വേണ്ടി പോണത്. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വെരി സിമ്പിൾ ആയിട്ടൊന്നും ഈ 2 കോടി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം 2 ലക്ഷം ഉണ്ടാക്കാൻ പറ്റാതെ നിങ്ങളുടെ 2 കോടി രൂപ എത്ര പൂജ്യമുണ്ട് 2 കോടിക്ക് അറിയാം? 2 കോടിക്ക് എത്ര പൂജ്യമുണ്ട്? 7 പൂജ്യമുണ്ട്. അതുപോലും അറിയാതെ നമ്മളാണ്, അല്ലെ, അതുപോലും അറിയാതെ നമ്മളാണ്. ഇത് കുറച്ച് കടന്ന കൈയല്ലേ, അല്ലെ, ഇത് കുറച്ച് കടന്ന കൈയായി പോവും. അവിടെയാണ് മനസ്സിലാക്കേണ്ടത് എന്ത്, പവർഫുൾ പീപ്പിൾ മേക്ക് പ്ലേസ് പവർഫുൾ. പവറായുള്ള ആളുകളുടെ കൂടെ നിന്ന് നമുക്കും പവറാണ്. കാരണം 2023 ഞാൻ ദുബായിൽ 7 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. അവിടെ അന്ന് ഇതേപോലെ ദുബായിൽ 7 ദിവസം ഞാൻ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത് രാജ്യത്തിന്റെ വിവിധ, അതായത് സൗദി അറേബ്യയിലും UK യിലും ജർമ്മനിയിലൊക്കെ ഉള്ള പല ടൈപ്പിലുള്ള ബിസിനസ്സുകാരൊപ്പായിരുന്നു. അന്ന് 7 ദിവസം കൊണ്ട് കിട്ടിയ എനർജി ഉണ്ട്. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, ആ എനർജിയാണ്. അന്ന് അവിടെ നിന്ന് കിട്ടിയ എനർജി. ക്ലിയർ ആയോ? ഇന്ന് നിങ്ങളൊന്ന് പോകുമ്പോൾ ഇതേ എനർജി പലരിലേക്കും നിങ്ങൾ അറിയാതെ നിങ്ങൾ ഒരാൾ വന്ന് കയറും. നമ്മളറിയാതെ ഒരു എനർജി, അതായത് ഇവിടെ മൊത്തം ഇപ്പോൾ ഉള്ളൊരു പോസിറ്റീവ് എനർജിയാണ്. ഇത് നമ്മളറിയാതെ നമ്മിലേക്ക് ഒരു അമാനുഷിക ശക്തിയായിട്ട് മാറും. ആ അമാനുഷിക ശക്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളല്ല. മണിച്ചിത്രത്താഴിൽ ശോഭനയുടെ ദേഹത്ത് കയറുന്ന നാഗവലിയല്ലേ, അതേപോലെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങളിനി ചെയ്യാൻ തുടങ്ങും. കട്ടിലെടുത്ത് പോകും, അല്ലെ, ഇനി നിങ്ങൾ ചെയ്യാം എന്തും